മാഷ് പറഞ്ഞോളൂ, എന്താ പ്രത്യേകിച്ച്? അത് സാറിന് അറിയാലോ, എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം, അതാണ് പ്രധാനം. വിഷയം? നമ്മൾ തമ്മിൽ അത് അറിയാത്ത പോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ തിരിച്ചു വിളിക്കാനാണോ? സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ലക്ഷ്യം. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വലിയ വളത് പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ. പ്രായപൂർത്തിയായി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ച മക്കളെ കുട്ടികളായി കരുതുന്നത് അന്യായമല്ലേ മാഷെ? മക്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയിലോ തെരഞ്ഞെടുപ്പിലോ ഇതുവരെ എനിക്കോ മാഷിനോ ഇടപെടാനോ അഭിപ്രായം പറയാനോ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നില്ല. മാഷിന്റെ മകൻ ഇങ്ങനെയൊന്നുമായി തീരുമായിരുന്നില്ല. നോക്കൂ, കഴിഞ്ഞതിനെ ചൊല്ലി കണക്കെടുക്കാനോ ഇഴപിരിച്ച് വിശദീകരിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. പറഞ്ഞു ബോധ്യപ്പെടുത്തി തിരിച്ചു വിളിച്ചു കൊണ്ടുപോകണം അല്ലെ? മക്കൾ പ്രായപൂർത്തിയവരായിരിക്കും, പക്ഷേ അവരെക്കാൾ കൂടുതൽ ജീവിതം കണ്ട ആളുകൾ എന്ന നിലയ്ക്ക് നമ്മളാ പക്വത കാണിക്കണ്ടേ സാറേ? സാധാരണ കേസുകളിൽ ആ ന്യായം അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഞാനോ മാഷോ മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമല്ല ഇത്. അതറിയാലോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനമെടുത്തത് അവളാണ്. തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളാൽ കഴിയുന്നത്ര ഞങ്ങൾ നോക്കി. അവള് തയ്യാറായില്ല. ഇപ്പോ അവൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നി അവള് വന്നു. വേണമെങ്കിൽ എനിക്ക് അവളോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറയാം. പക്ഷേ ജന്മം നൽകിയ ഒരാളെന്ന നിലയ്ക്ക് എനിക്കതിന് കഴിയൂ. ഒരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോരാം, ബലം പ്രയോഗിച്ച് പറ്റില്ലെന്ന്. ഓർമ്മയുണ്ടോ? ഇപ്പോ അവളുടെ ഇഷ്ടമുണ്ടല്ലേ അവൾ തിരിച്ചു വന്നത്. അപ്പോ തിരിച്ചു വിളിക്കാതിരിക്കുന്നതല്ലേ മാഷ് കാണിക്കേണ്ട മര്യാദ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാതെയല്ല, പക്ഷേ അവൾ അവളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അവൾക്ക് തോന്നാനോ പെരുമാറാനോ ഉള്ള ഒരു അന്തരീക്ഷവും ആ വീട്ടിലുണ്ടായിട്ടില്ല. വീട്ടിൽ തന്നെ വേണമെന്നില്ലല്ലോ. അവർക്കിടയിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സാറേ. എന്നെ കുറിച്ച് വന്ന വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര പോയത്. അവിടെ വെച്ച എന്റെ മകനെ കുറിച്ചുള്ള ചില സത്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അത് എനിക്ക് മനസ്സിലാക്കി തരാൻ കാരണമായത് വേദയെ. ഇനിയുള്ള കാലം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എന്ന സ്വപ്നം കണ്ട് ഉറങ്ങിയെണീറ്റതിന്റെ പിറ്റേന്ന് ആരോ എന്നെ വീഴ്ത്തി കളഞ്ഞത്. ആ 3 ദിവസം ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളില് വേദ ഈ തീരുമാനം എടുത്തത്. സ്വാഭാവികമായും അത് എന്തുകൊണ്ടാണെന്നറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? വേറെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുടേതുപോലുള്ള വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ 1 വർഷം കൊണ്ട് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ മാറ്റിമറിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ജീവിതത്തിലോ വിക്രമിനോടോ എന്തെങ്കിലും പ്രശ്നം അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ അവൾ ആ വീടിനെ അത്രയ്ക്ക് സ്നേഹിക്കില്ലായിരുന്നു സാറേ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം. എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതെങ്കിൽ എനിക്കത് തിരുത്തണം. അല്ല ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണെങ്കിൽ അതും അറിയണം. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ കൊണ്ടുപോകാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. വേദയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ബാക്കി സാറ് പറഞ്ഞ പോലെ ആ കുട്ടിയുടെ തീരുമാനമാണല്ലോ. ശങ്കരേട്ടാ, മാഷ് മോളോട് സംസാരിച്ചോട്ടെ. അതിനെന്താ, എല്ലാം പറഞ്ഞു കേട്ട് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ഒരേ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. നാളെ അവള് ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും കാണേണ്ടവരാ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് കമ്പൊഴിച്ചിട്ട് നമ്മുടെ മകളുടെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാലോ. ചായ എടുക്കൂ. സംസാരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല മാഷെ. അവളുടെ തീരുമാനമാണ് പ്രധാനം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളെ ഇമോഷണലി സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. കാര്യം 1 വർഷമേ വേദ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ അവൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നിങ്ങളോളം തന്നെ അറിയാം. അങ്ങനെ അവളെ സ്വാധീനിക്കാനൊന്നും ആർക്കും ആവില്ല സാറേ. ആദ്യം വിക്രം വേദയായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആയിക്കോട്ടെ. എന്തെങ്കിലും പറയാനുള്ളതിന്റെ പേരിൽ വഴിയിൽ തടഞ്ഞു നിർത്തി ഡ്രാമ ഉണ്ടാക്കുന്നതിന് നല്ലത് വീട്ടിൽ വെച്ച് തന്നെ സംസാരിക്കുന്നതല്ലേ. അവളോട് ചെന്ന് വരാൻ പറ. വേദേശി, വേഗം വാ താഴേക്ക്. അവിടെ 2 പേര് കാത്തിരിപ്പുണ്ട്. ആരാവും? വിക്രമാണ്. ആഹാ, അപ്പൊ അറിയാം. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. വിക്രമേട്ട മാത്രമല്ല, അച്ഛനും ഉണ്ട്. അവർക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. അതെങ്ങനെ ശരിയാവും? വീട്ടിൽ സംസാരിക്കാൻ വന്നവരോട് അങ്ങനെ പറയാൻ പറ്റുമോ? നീ അങ്ങനെ ചെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചേച്ചി വന്നേ പറ്റുള്ളൂ. നീ ഒന്ന് ചെല്ലു പെണ്ണ്, ഞാൻ സുഖമില്ലാതിരിക്കുകയാണെന്ന് പറ. അപ്പൊ അസുഖം എന്താന്ന് ചോദിക്കും. അതറിയാം വിക്രമേട്ടന്റെ അച്ഛൻ ഉറപ്പായിട്ടും കയറി വരും. എന്നാ പിന്നെ ഞാൻ അങ്ങനെ പറയാം. അയ്യോ വേണ്ട. പിന്നെ എനിക്കൊന്ന് സംസാരിക്കാനില്ലാന്ന് ചെന്ന് പറഞ്ഞാൽ മതി. അതൊന്നും ഞാൻ പറയത്തില്ല. പ്ലീസ് ദീപ്തി, പറഞ്ഞത് ചെയ്യ്. ചേച്ചിക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? 1 വർഷം അവരുടെ വീട്ടിൽ നിന്നല്ലേ. ചേച്ചി എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി പോന്നേന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ വിക്രമേട്ടന്റെ നിൽപ്പ് കണ്ട ആള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. ചേച്ചി വരാൻ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ദീപ്തി. എന്നെ വർണ്ണയൊക്കെ ഉപദേശിക്കുമ്പോ ചേച്ചിക്ക് വലിയ മിടുക്കായിരുന്നല്ലോ. സ്വന്തം കാര്യം വന്നപ്പോ എന്തേ സംസാരിക്കാൻ പോലും തയ്യാറാവാത്തെ? വിക്രമേട്ടൻ വന്നാ സംസാരിക്കാതിരിക്കാനാവില്ല എന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതല്ലേ ഞാൻ ചെന്ന് എന്തായാലും വിക്രമേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പോവാ. ദീപ്തി വേണ്ട. ഞാൻ പറയും വിക്രമേട്ടൻ ഇങ്ങോട്ട് വന്ന് ചേച്ചിയോട് സംസാരിക്കുകയും ചെയ്യും. പിന്നത്തെ കാര്യം പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ? ദീപ്തി പറയുന്ന കേക്ക്. ചേച്ചി അവിടെ ഇരിക്കും. ചേച്ചി മോളുണ്ട്. വിക്രമേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വേദമോള് ചെല്ലാൻ പറഞ്ഞോ? അല്ലാതെ ഞാൻ പറയോ? എന്നാ ചെല്ലു, ചെന്ന് സംസാരിക്കും. പോയിട്ട് വാ. ഈശ്വര, പൊട്ടിപ്പോവാതിരിക്കാൻ ശക്തി തരണേ. ഇത് നീ സ്വമേധയെടുത്ത തീരുമാനമാണോ? എനിക്കറിയേണ്ടത് അത് മാത്രം. ഇത് നീ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണോ അല്ലയോ എന്ന്? അതെ. ഓ, ഞാനത് വിശ്വസിക്കണമല്ലേ? ആണോ അല്ലയോ എന്ന് ചോദിച്ചു. അതേന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അവിടെ തീർന്നില്ലേ? പിന്നെയും സംശയിക്കുന്ന എന്തിനാ? എന്നാലും
അതിന്റെ കാരണം അറിയണമല്ലോ. എന്തേ ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു, ഇറങ്ങിപ്പോരാ. എന്തേ അതിനു മുമ്പ് അത് ചെയ്തില്ല? അമ്മ നേർന്ന വഴിപാടല്ലേ, അത് മുടക്കണ്ടെന്ന് കരുതി. അല്ലാതെ ഇറങ്ങിപ്പോരുമ്പോ എന്റെ പ്രസൻസ് ഒഴിവാക്കിയതല്ല അല്ലെ? എന്തിന്? നിങ്ങൾ തിരിച്ചു വന്നാലും ഒരു പക്ഷെ ഇങ്ങനൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിച്ചൂടെ? വേദ, നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് ചെയ്യാത്ത നീ ഇപ്പൊ എന്ത് അടിയന്തര കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണം. പറ, എന്താ നിന്റെ മനസ്സിലുള്ള പ്രശ്നം? നമ്മൾ തമ്മിൽ എന്തിലാ പ്രശ്നം ഇല്ലാത്തത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചേർച്ച ഉണ്ടായിട്ടുണ്ടോ? എന്തിന്? നമ്മുടെ വിവാഹം പോലും ചേർച്ച ഉണ്ടായിട്ടാണോ നടന്നത്? അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കയറി വന്നത്? ഞാൻ കൂട്ടിക്കൊണ്ടു പോയതൊന്നും അല്ലല്ലോ. അതെ, അതാണ് ശരി. നിങ്ങൾ ആരും കൂട്ടിക്കൊണ്ടു പോയതല്ല, ഞാൻ തനിയെ കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഇറങ്ങി പോരുമ്പോഴും എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നീ വന്നു കയറിയ കാലം പോലെയാണോ നമ്മളിപ്പോ? എന്തിലാണ് മാറ്റമുള്ളത്? നിങ്ങളുടെ സ്വഭാവം മാറിയോ? പ്രവൃത്തികൾ മാറിയോ? തീരുമാനങ്ങൾ മാറിയോ? നിങ്ങൾ എന്താണോ അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയി തുടരും. ഞാൻ മാത്രം നിങ്ങളുടെ രീതികളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അത്രമാത്രം കുലസ്ത്രീയാവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ നീ പറയുന്നത് പോലെ മാറാൻ തീരുമാനിച്ച ഈ തീരുമാനം മാറ്റോ. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ശ്രീനി സാറുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിക്കും. ആ വാക്ക് അച്ഛന് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാലങ്ങളായി എന്നോട് സംസാരിക്കുകയും മിണ്ടാതെ നിന്ന അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടാൻ കാരണം നീയാ. ആ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല. അപ്പോഴും ആ വാഗ്ദാനത്തിൽ ഒരു ക്ലോസ് ഉണ്ടല്ലോ, ഇലക്ഷൻ കഴിയുന്നത് വരെ എന്നൊരു ക്ലോസ്. ഒരുപാട് കാലം എന്നെ സംരക്ഷിച്ച മനുഷ്യനല്ലേ, ആ നന്ദി ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? അതാണ് പറഞ്ഞത്. ആ നന്ദി നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛനെന്നല്ല, ആർക്ക് വാക്ക് കൊടുത്താലും മരണം വരെ നിങ്ങൾ അത് കാണിക്കും. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞതല്ലേ. വാക്കിന്റെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം സത്യം കാണിക്കുമെന്ന് നിനക്കറിയാലോ. എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ഒരു ഉറപ്പും ഇത്രയും കാലവും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്ക് നിങ്ങൾ പാലിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു വീട്ടിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജീവിച്ചു എന്നത് മാത്രമാണ് ശരി. ഒരു ഭാര്യയും ഭർത്താവുമായി നമ്മൾ ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അവകാശവാദം വേണ്ട. സമ്മതിച്ചു. പക്ഷെ അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കാൻ മനസ്സുകൊണ്ട് നീ തീരുമാനിച്ചിരുന്നില്ല എന്ന് പറയാമോ? നാട്ടിലെ പല ആളുകൾക്ക് മുന്നിലും ഭാര്യയും ഭർത്താവുമായിട്ട് പരിചയപ്പെടുത്തുമ്പോഴും നിനക്ക് ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ലല്ലോ. ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീ കയറി വിലക്കിയിട്ടില്ലേ? ചിലത് ചെയ്യരുതെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടില്ലേ? അത് ഭാര്യയുടെ അവകാശം ഉള്ളിൽ വെച്ചോണ്ടല്ലേ. ഞാൻ അപകടത്തിൽ ചെന്ന് ചാടുന്ന പേടി കൊണ്ട് ഉറക്ക ഗുളിക തന്ന് മയക്കി കിടത്തി എന്നെ പുറത്തു പോവാതെ നീ നോക്കിയത് പിന്നെ എന്ത് തരം കരുതലായിരുന്നു? കാണാതായ അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം നീ ഇങ്ങനൊരു നിലപാടെടുത്തത് അതിന്റെ പിന്നിൽ ഒരു കാരണമില്ലാന്ന് ഞാൻ വിശ്വസിക്കണോ? അച്ഛനെ കാണാതായപ്പോ തന്നെയാണ് ഞാൻ ഇങ്ങനൊരു നിലപാടെടുത്തത്. അതിന് കാരണം ആരാണ്? നിങ്ങളല്ലേ, നിങ്ങളുടെ പ്രവൃത്തികളല്ലേ. അച്ഛന് സംഭവിച്ചതൊരു മുന്നറിയിപ്പോ. നാളെ അത് എനിക്കും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേദ, എനിക്ക് എന്റെ ജീവനിൽ പേടിയുണ്ട്. അതിനു മുൻപിൽ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മാത്രമല്ല, മലയ്ക്ക് പോയി ഞാൻ തിരിച്ചെത്തുമ്പോ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. അതെ, തീരുമാനിച്ചല്ലോ. ഇതാണ് ആ തീരുമാനം. പോരെ? ശരി, ആയിക്കോട്ടെ. ഇതൊന്ന് നിന്റെ മുഖത്ത് നിന്ന് നേരിട്ടൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയായി. ഭാര്യ, കുടുംബം എന്നൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നു. അത് നീ കയറി വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയിലെപ്പോഴും അങ്ങനെ ഒരു ജീവിതം ആയാലൊന്ന് തോന്നി. മറ്റൊന്നും നോക്കാതെ അച്ഛൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത് അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പൊ മനസ്സിലായി. നീ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതി. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട ഞാനാണ് വീട്ടിൽ. നീ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചേക്ക്. ഇനി ഇതും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. വന്നത് തെറ്റായി പോയി, സോറി. മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാകുന്ന ഒരു കാരണം പറയാൻ നിനക്ക് പറ്റണമായിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞ അയാളെ വിട്ടു പോരുമെന്നൊരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയാ. നീ അവൻ അത്രയും പ്രിയപ്പെട്ട ആളായി മാറിയതുകൊണ്ടാണ്.